നമസ്കാരം, സുബിലാലാണ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് റേസർ പേയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും ഒരു പേയ്മെന്റ് ഗേറ്റ്വേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നും നോക്കാം. കൂടാതെ റേസർ പേയുടെ 1-2 ഫീച്ചേഴ്സും കാണാം. ആദ്യമേ തന്നെ സൈനപ്പ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ മേലെ നിങ്ങൾക്ക് സൈനപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ഓൺ ഇറ്റ്. ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. എൻ്റർ. ഇത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ബിസിനസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. അൺരജിസ്റ്റേർഡ് ബിസിനസ്, പ്രൊപ്പറേറ്റർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ്, പാർട്ട്ണർഷിപ്പ്, പബ്ലിക് ലിമിറ്റഡ്, മോർ. എന്തൊക്കെയാണ് മറ്റുള്ള ഓപ്ഷൻസ് എന്ന് നോക്കാം. LLP, ട്രസ്റ്റ്, സൊസൈറ്റി, NGO. ഇതിൽ ഏതാണ് നിങ്ങളുടെ ബിസിനസ് ഫോം അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ റെഡ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. എസ്റ്റിമേറ്റഡ് മന്ത്ലി റവന്യൂ തുടക്കത്തിൽ <5 lakhs. കോണ്ടാക്ട് നെയിം, നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. ഫിനിഷ്. ഇപ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ മെയിൽ വന്ന് കാണും. നമ്മളത് ഇമെയിലിൽ ലോഗിൻ ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ റേസർ പേയുടെ ഒരു ഇമെയിൽ കാണാൻ സാധിക്കും. റേസർ പേ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. ക്ലിക്ക് ഓൺ ഇറ്റ്. അതിനുശേഷം ടു ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് പ്ലീസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇമെയിൽ വെരിഫിക്കേഷൻ കൺഫർമേഷൻ സക്സസ്ഫുൾ. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഇങ്ങനെയാണ് റേസർ പേ ലോഗിൻ സ്ക്രീൻ വരുന്നത്. ഇവിടെ ചോദിക്കുന്നുണ്ട് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന്. ക്ലിക്ക് ഓൺ ഇറ്റ്. ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ ഡീറ്റെയിൽസ് ഓരോ ബിസിനസ്സിനും ഡിഫറെൻ്റ് ആണ്. അതായത് പ്രൊപ്പറേറ്റർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ലിസ്റ്റ് ഡിഫറെൻ്റ് ആണ്, പ്രൈവറ്റ് ലിമിറ്റഡിന് ഡിഫറെൻ്റ് ആണ്, അതുപോലെ സൊസൈറ്റിക്ക് ഡിഫറെൻ്റ് ആണ്, NGOന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ പേയ്മെന്റ് ഗേറ്റ്വേ ആക്റ്റീവ് ആകുന്നത്. ഇവിടെ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് ബൈ ഡിഫോൾട്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ മാറ്റുവാൻ സാധിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും, പ്രൊപ്പറേറ്റർഷിപ്പ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് മുന്നോട്ട് ഉള്ള ഓപ്ഷൻസും മാറുന്നതാണ്. നമുക്കിവിടെ സെലക്ട് ചെയ്യാം പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. കാറ്റഗറി റെഡ് സ്റ്റാമ്പ് എന്ന് പറയുന്ന ഹെൽത്ത് കെയർ കാറ്റഗറിയിലാണ് വരുന്നത്. സബ് കാറ്റഗറി റെഡ് സ്റ്റാമ്പ് ഒരു ഹെൽത്ത് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടൈപ്പ് പ്രോഡക്റ്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ബിസിനസ് കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് താഴത്തെ സബ് കാറ്റഗറി മാറുന്നതാണ്. നമുക്ക് ഗവൺമെൻറ് ബോഡി സെലക്ട് ചെയ്ത് നോക്കാം. സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതുപോലെ നമ്മൾ മുകളിൽ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് താഴെയുള്ള ഓപ്ഷൻസ് മാറുന്നതാണ്. ഫിനാൻഷ്യൽ സർവീസസ് സെലക്ട് ചെയ്യുമ്പോൾ താഴെ മ്യൂച്വൽ ഫണ്ട്, ലെൻഡിങ്, NBFC ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. സോ ഇവിടെ റെഡ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിലാണ് വരുന്നത്. സബ് കാറ്റഗറി ഹെൽത്ത് പ്രൊഡക്റ്റ് ആണ്. അടുത്ത ബില്ലിംഗ് ലേബലാണ്. റെഡ് സ്റ്റാമ്പ് ബൈ ലോനിസേറ ഹെർബൽസ്. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ദ ബ്രാൻഡ് നെയിം ദാറ്റ് യുവർ കസ്റ്റമേഴ്സ് ആർ ഫെമിലിയർ വിത്ത്. ഇറ്റ് ഷുഡ് ഈദർ ബി സിമിലർ ടു യുവർ രജിസ്റ്റേർഡ് ബിസിനസ് നെയിം ഓർ വെബ്സൈറ്റ് നെയിം. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരോ ആയിരിക്കാം ഇവിടെ ബില്ലിംഗ് ലേബലിൽ വരുന്നത്. ഇവിടെ റെഡ് സ്റ്റാമ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലോനിസേറ ഹെർബൽസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇനി നമുക്ക് വെബ്സൈറ്റ് ആപ്പ് URL ആണ് അടുത്തതായി ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അഡ്രസ് എൻ്റർ ചെയ്യുക. redstamp.com. ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് എഴുതി കാണിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു വെബ്സൈറ്റിൽ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് പേജുകളുടെ ഓപ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. എബൌട്ടസ് നിർബന്ധമായും വേണം, കോൺടാക്ടേഴ്സ് നിർബന്ധമായും വേണം, പ്രൈസിംഗ് നിർബന്ധമായും വേണം, പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്യാൻസലേഷൻ, റീഫണ്ട് പോളിസി.
ഇതെല്ലാം ലിങ്ക് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഈ ലിങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്നത് എന്ന്. നിങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഫ്രീ സാമ്പിൾ റീഫണ്ട് പോളിസി, ടേംസ് ഓഫ് സർവീസ്, പ്രൈവസി പോളിസി എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ഡോക്യുമെന്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഡോക്യുമെന്റിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട്. ഗോ ടു നെക്സ്റ്റ്. ബിസിനസ് നെയിം, ബിസിനസിന്റെ പേര് ലോനിസെറ ഹെർബൽസ് എന്നാണ്. പാൻ കാർഡ് ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആൻഡ് വെരിഫൈ. അക്കൗണ്ട് ആക്ടിവേറ്റഡ്, റെഡി ടു ആക്സെപ്റ്റ് ഡൊമസ്റ്റിക് പേയ്മെൻറ്റ്സ്. നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ വെബ്സൈറ്റിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഗോ ടു ഡാഷ്ബോർഡ്. ഇതാണ് റൈസർ പേ അക്കൗണ്ട് ഡാഷ്ബോർഡ് വ്യൂ. നോക്കൂ, ടെസ്റ്റ് മോഡ് ഇനേബിൾഡ്. ടെസ്റ്റ് മോഡ് ഇനേബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ട് ആക്ടിവേറ്റഡ്, ട്രാൻസാക്ട് ഇൻ ലൈവ് മോഡ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പേഴ്സണലൈസ്ഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. എന്താണ് പേഴ്സണലൈസ്ഡ് അക്കൗണ്ട് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ലോഗോ ചൂസ് ചെയ്യാനും കളർ ചൂസ് ചെയ്യാനെല്ലാം ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കളർ ഒന്ന് മാറ്റി നോക്കാം. ബ്ലൂ മാറ്റി. ഏതാണ്ട് ഇങ്ങനെ ഒരു കളറാണ് നമുക്ക് റെഡ് സ്റ്റാമ്പിന് വരുന്നത്. നമുക്ക് ആ കളർ ചൂസ് ചെയ്യാം. സേവ് ചേഞ്ചസ്. ഇങ്ങനെയാണ് ആരെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാണുന്ന വിൻഡോ വരുന്നത്. റൈസർ പേയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലാഷ് ചെക്കൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് റൈസർ പേ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ വെബ് പേജ് റീഫ്രഷ് ആകാതെ തന്നെ ഫ്ലാഷ് സ്ക്രീൻ ഓപ്പൺ ആയി ഇവിടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് ക്ലോസ് ആയിട്ട് തിരിച്ച് നമ്മൾ ഏത് പേജിലായിരുന്നു അവിടെ തന്നെ തിരിച്ചെത്തും. മറ്റുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം റീഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ലോഗോ ചൂസ് ചെയ്യാൻ സാധിക്കും. ലോഗോ സെലക്ട് ചെയ്യാം. ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദി ലോഗോ ആർ നോട്ട് സെയിം എന്നാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് ലോഗോ ആഡ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫയൽ ആയിരിക്കും. 256 × 256 പിക്സൽസ് ആണ് ഇതിനകത്ത് റെക്കമെൻഡഡ് ലോഗോ ഫയൽ സൈസ്. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഈ എഴുതി കാണിച്ചിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ലോഗോ വിസിബിൾ ആയി വരുന്നതാണ്. എനിക്കിവിടെ അങ്ങനെ ഒരു ലോഗോ ഇല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് താഴെ വരാം. ഇനി നമുക്ക് ഇവിടെ ഫ്ലാഷ് ചെക്കൗട്ട് ഇനേബിൾഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫ്ലാഷ് ചെക്കൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനും വളരെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ ഫ്ലാഷ് ചെക്കൗട്ടിന്. ഇത് നമുക്ക് ഇനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ സാധിക്കും. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാലായിട്ട് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് റീഡയറക്റ്റ് ആവുകയും ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ പെട്ടെന്നൊരു പോപ്പ് വന്നിട്ട് നമ്മളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുവാനും സാധിക്കും. സോ ഐ പ്രിഫർ ഫ്ലാഷ് ചെക്കൗട്ട് ഇനേബിൾഡ്. ഇനി നമുക്ക് കുറച്ച് സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. ഡിഫോൾട്ട്, റീഫണ്ട് സ്പീഡ്, ഇതെല്ലാം ബൈ ഡിഫോൾട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ്, അതിന് കുറച്ച് ഡോക്യുമെൻറ്റും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇമെയിൽ നോട്ടിഫിക്കേഷൻ, നമ്മളുടെ ഇമെയിൽ ഏതാണോ അത് തന്നെ ഇവിടെ കൊടുക്കാം. പിന്നെയുള്ള കുറച്ച് സെറ്റിങ്സ് എന്ന് പറയുന്നത് വെബ് ഹൂക്സ്, API കീസ്, റിമൈൻഡേഴ്സ്, ഇതെല്ലാം ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ച് അത് ആവശ്യമില്ല. ഇനി നമുക്ക് വേറെ 1-2 ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്ന റൈസർ പേയിൽ പേയ്മെൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. പേയ്മെൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഇല്ല, പക്ഷേ പേയ്മെൻറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആർക്കെങ്കിലും വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്ന, ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്ന, അവരിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്യണം. അങ്ങനെയെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ഒരു പേയ്മെൻറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ക്രിയേറ്റ് പേയ്മെൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ക്രിയേറ്റ് ആവും. ശ്രദ്ധിക്കണം, ഒരു പേയ്മെൻറ്റ് ലിങ്കിൽ ഒരു പ്രാവശ്യമേ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലിങ്ക് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയിൽ ആകും. ഒരാൾക്ക് മാത്രമേ ഒരു ലിങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാളിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങണമെങ്കിൽ പേയ്മെൻറ്റ് ലിങ്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാം. അതിന് താഴെ പേയ്മെൻറ്റ് പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ബ്രാൻഡഡ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്ക് ഒരു വെബ്സൈറ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ലോഗോ ആഡ് ചെയ്യാം, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പേര് ആഡ് ചെയ്യാം,
പേജിൻ്റെ ടൈറ്റിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ, പ്രൊഡക്റ്റ് ഇമേജസ്, അങ്ങനെ ഫുൾ ടെക്സ്റ്റ് നമുക്ക് താഴെ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെ നമുക്ക് കുറച്ചും കൂടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്യാം, സോഷ്യൽ മീഡിയ ഷെയർ ഐക്കൺസ് ആഡ് ചെയ്യാം. ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇത് കാണുമ്പോൾ ഒരു ലാൻഡിംഗ് പേജ് പോലെ അല്ലെങ്കിൽ ഒരു വെബ് പേജ് പോലെ തന്നെ ഇരിക്കും. പക്ഷേ അത് റേസർപേയുടെ ഡൊമൈൻ നെയിമിലായിരിക്കും, അത് നമ്മുടെ വെബ്സൈറ്റിലായിരിക്കില്ല. പക്ഷേ ഒരു വെബ്സൈറ്റ് ഇല്ലെങ്കിലും ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് എമൗണ്ട് എഴുതാം, എത്രയാണ് റിസീവ് ചെയ്യേണ്ടത്. ഇതിനകത്ത് കുറച്ചും കൂടെ ഫീൽഡുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇമെയിൽ, ഫോൺ, നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ പിന്നെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പ്രൈസ് ഫീൽഡ്, ഐറ്റം വിത്ത് ക്വാണ്ടിറ്റി, കസ്റ്റമേഴ്സ് ഡിസൈഡ് എമൗണ്ട്, ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും നമ്മൾ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഐറ്റം വിത്ത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് എമൗണ്ട്, എത്ര ക്വാണ്ടിറ്റി ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ പുതിയതായിട്ട് ഇൻപുട്ട് ഫീൽഡ് ആഡ് ചെയ്യാം. സിംഗിൾ ലൈൻ ടെക്സ്റ്റ്, ആൽഫബറ്റ്സ്, ആൽഫ ന്യൂമറിക്, നമ്പർ, ഇമെയിൽ, ഫോൺ നമ്പർ, ലിങ്ക്, പാൻ നമ്പർ, പിൻ കോഡ്, ഡ്രോപ്പ് ഡൗൺ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രൈസ് ഫീൽഡ് നമുക്ക് ആഡ് ചെയ്യാം, ഐറ്റം വിത്ത് ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് പേജ് വെച്ചിട്ട് തന്നെ ഒരുവിധം കാര്യങ്ങൾ, ഒരു വെബ്സൈറ്റ് ഇല്ലാത്തവർക്ക് ഈ ഒരു പേയ്മെൻറ്റ് പേജ് വെച്ചിട്ട് തന്നെ ഒരുവിധം മാർക്കറ്റ് ചെയ്യുവാനും പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുവാനെല്ലാം സാധിക്കും. ഈ വരുന്ന പേയ്മെൻ്റ് എല്ലാം തന്നെ നമ്മളുടെ ഡാഷ്ബോർഡിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ക്ലോസ് ഇറ്റ്. റൂട്ട് എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റൂട്ട് ഒരു പ്രീമിയം പ്ലാൻ ആണ്. അതായത് നമ്മൾ ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു 100 രൂപ പേയ്മെൻറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ 100 രൂപയിൽ വേറൊരാൾക്കും കൂടെ നമുക്ക് കുറച്ച് എമൗണ്ട് റൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു 50 രൂപ നമുക്കും, ഒരു 30 രൂപ വേറൊരാൾക്കും, പിന്നെ ഒരു 20 രൂപ വേറെ ആൾക്കും, അങ്ങനെ പേയ്മെൻറ്റ് ഡിഫറെൻറ്റ് ആൾക്കാർക്ക് റൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻസ്, അതായത് നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്മാർട്ട് കളക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വെർച്വൽ അക്കൗണ്ടും വെർച്വൽ UPI ID എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് ഈസ് കസ്റ്റമേഴ്സ്. ഇതുവരെ നമ്മളുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഓഫേഴ്സ്, ഈ ഓഫേഴ്സ് സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചില കസ്റ്റമേഴ്സിന് ചില രീതിയിലുള്ള ഓഫറുകൾ കൊടുക്കാൻ സാധിക്കും. അതായത് നോ കോസ്റ്റ് EMI അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ടൈപ്പ്, അങ്ങനെ പലതും കൊടുക്കുവാനായിട്ട് സാധിക്കും. റിപ്പോർട്ട്സ്, ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള പേയ്മെൻറ്റ്സ്, ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ട്സും നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഈ റേസർപേ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് വരാം. സെറ്റിൽമെൻറ്റ്സ്. ഇവിടെ നമുക്ക് കാണാം യുവർ സെറ്റിൽമെൻറ്റ്സ് ആർ ഓൺ ഹോൾഡ്. യു വിൽ നീഡ് ടു ഫിൽ ദ KYC ഫോം ടു റിസീവ് യുവർ പേയ്മെൻറ്റ്സ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ആ പേയ്മെൻറ്റ് റേസർപേയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം റേസർപേ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് പൊതുവേ 2-3 വർക്കിംഗ് ഡേയ്സ് ടൈം എടുത്താണ് സംഭവിക്കാറുള്ളത്. പക്ഷേ റേസർപേയിൽ നിന്ന് നമ്മളുടെ അക്കൗണ്ടിലേക്ക് സെറ്റിൽമെൻറ്റ് ഇനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. KYC കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ഫോമാണ്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ അവരിപ്പോൾ ചോദിക്കുന്നുണ്ട്. GST, നോ GST നിങ്ങൾക്കുണ്ടെങ്കിൽ GST അവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ്, ഈ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് അവർ ഈ ഡോക്യുമെൻറ്റ്സും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അപ്രൂവ് ചെയ്യുമ്പോഴാണ് റേസർപേയിലേക്ക് വന്നിട്ടുള്ള പേയ്മെൻറ്റ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് സെറ്റിൽമെൻറ്റ് ഇനേബിൾ ആകുന്നത്. അപ്പോൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്താൽ ഉടനെ തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് സെറ്റിൽമെൻറ്റ്സ് ഇനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കണം. ഇനി ഇൻവോയ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. നമുക്ക് ഓൺലൈനിൽ റിസീവ് ചെയ്യുന്ന പേയ്മെൻറ്റുകളെ ബേസ് ചെയ്ത് നമുക്കിവിടെ ഇൻവോയ്സസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് വേറൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമേ വരുന്നില്ല. ആ ഓപ്ഷൻ റേസർപേ തന്നെ തരുന്നുണ്ട്. നമുക്ക് കാണാം, ഒരു ഫോർമാറ്റ് കാണാം.
ഇങ്ങനെ നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ റേസർപേ തരുന്നുണ്ട്. ഇനി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നമ്മളുടെ വെബ്സൈറ്റിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റും നമുക്കിവിടെ കാണും. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ചെയ്യുന്ന പേയ്മെൻ്റ് ആണ്. റീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഏതെങ്കിലും രീതിയിൽ റീഫണ്ട് ചെയ്യണമെങ്കിൽ ഈ ഡാഷ്ബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് റീഫണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള റീഫണ്ട് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഈ റീഫണ്ട്സ് ഓപ്ഷനിൽ വരുന്നത്. ഓർഡേഴ്സ്, നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സ് ആണ് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. ഡിസ്പ്യൂട്ട്സ്, നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഏതെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ അത് നമ്മളുമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന ഈ പേജിൽ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഈ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന പേജിൽ കാണുവാൻ സാധിക്കും. ഇനി ഡിസ്പ്യൂട്ടിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഗൈഡ് ടു ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വായിക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. GST ഡീറ്റെയിൽസ്, ഇത് നമ്മുടെ കമ്പനിയുടെ GST ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ലൈവ് മോഡ്, ടെസ്റ്റ് മോഡ്, നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് മോഡ് ഇനേബിൾ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ലൈവ് ആക്കി കസ്റ്റമേഴ്സിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങുന്ന സമയത്ത് മാത്രം ലൈവ് മോഡ് ഇനേബിൾ ചെയ്യാം. ഇനി റേസർപേയെ കുറിച്ച് ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അനൗൺസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അവർ നമുക്ക് അയക്കുന്ന എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ആണ്. ഇത് നമ്മളുടെ മെർച്ചൻ്റ് ID ആണ്. ഏതെങ്കിലും സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റേസർപേയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ മെർച്ചൻ്റ് ID നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാമാണ് റേസർപേ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലുള്ള ഓപ്ഷൻസ്. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു റേസർപേ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് ലൈവായി നോക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.